അത്യന്തം ഗുരുതരമായ നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന ഈ നഗരസഭയെ ഒരു അഴുക്ക് ചാലാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കുറെ നാളുകളായി അടൂർ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂർ നഗരസഭയിൽ അഴിമതി എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് വളരെ ലളിതമായൊരു വാക്കാണ്. കൈയിട്ട് കുത്തിവാരി ഇതിനെ ഒരു തൊഴുത്താക്കി മാറ്റിയിരിക്കുകയാണ്. ശ്രീ ബാബു ദിവാകരനും ഉമ്മൻ തോമസും അന്നമ്മ എബ്രഹാമും അന്തരിച്ച ചക്കനാട്ട് രാജേന്ദ്രനാഥ് അടക്കമുള്ള അന്തസ്സുള്ള ആൾക്കാർ മാന്യമായി കൊണ്ടു നടന്ന ഒരു നഗരസഭ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കഴിഞ്ഞ കുറെ കാലമായി ഇവിടുത്തെ CPM നേതാക്കന്മാരിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ കേസ് എന്താ? ഈ നഗരസഭ പരിധിക്കകത്തുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സാധുക്കളായിട്ടുള്ള 40 പേര് ഭൂരഹിത ഭവനരഹിത ആൾക്കാർ, കുടുംബങ്ങൾ, അവരെ സഹായിക്കാനായി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് നടപ്പാക്കിയ ഒരു പദ്ധതി ഈ സംസ്ഥാനത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചിട്ട് പോകുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങേര് ഇത് കേട്ടാൽ അങ്ങേര് തന്നെ തലകറങ്ങി താഴെ. ചതുപ്പ് നിലം, വെള്ളം കയറി കിടക്കുന്ന ചതുപ്പ് നിലം, ഒരു കാരണവശാലും വീട് വെക്കാൻ കൊള്ളാത്ത, ഇപ്പൊ വീട് വെക്കാനുള്ള എല്ലാ തലങ്ങളും CPM നേതാക്കന്മാർ അടൂരിൽ നികത്തി കഴിഞ്ഞു. അടൂരിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ പ്രധാന പണി എന്ന് വെച്ചാൽ, ബഹുമാനനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ MLA ആയിരുന്നപ്പോൾ അടൂരിന്റെ വികസനത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട ബൈപ്പാസിന്റെ ഇരുവശവുമുള്ള നിലങ്ങൾ നികത്തി കൊടുക്കുകയാണ്. അത് കമ്മീഷൻ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഏത് മനുഷ്യനാണെങ്കിലും നികത്തി കൊടുക്കും. കോൺഗ്രസ്സുകാരുടെ മാത്രം നിലമാണ് അവിടെ നികത്ത് നടക്കുന്നത്, ബാക്കി മുഴുവൻ നികത്തി കൊടുക്കും. അപ്പൊ മണ്ണടിച്ച് നികത്തുക എന്നുള്ളതാണ്. മണ്ണടിച്ചാലും നികരാത്ത ചതുപ്പ് നിലമാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് വേണ്ടി, അവർക്ക് വീട് വെക്കാൻ വേണ്ടി ഇവിടുത്തെ CPM വാങ്ങിച്ചു കൊടുത്തു. ഇതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ പട്ടികജാതി വികസന ഓഫീസറും പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെ ബോധവൽക്കരിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ നിയോഗിച്ച SC പ്രൊമോട്ടർ, പിന്നെ ഇവിടുത്തെ നഗരസഭയുടെ കൗൺസിലർ, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അങ്ങനെയാണല്ലോ അവർ പറയുന്നത്, അതിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് ഈ നഗരസഭയുടെ ചെയർമാനാകാനായി കഴിഞ്ഞ 2-3 വർഷക്കാലമായി CPM-നകത്ത് നടക്കുന്ന കുതിര കച്ചവടത്തിൽ ഈ ജില്ലയിലെ ഉന്നതന്മാരായ നേതാക്കന്മാരുടെ ഏറ്റവും വിശ്വസ്തനായ നഗരസഭാ കൗൺസിലറും ഈ 3 പേർ ചേർന്നാണ് ഈ കൊടിയ അഴിമതി, ഈ വെട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്നത്. വിജിലൻസ് കോടതി ശിക്ഷിച്ചിരിക്കുന്ന 3 പേരെ 6 വർഷം വരെ റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്, കഠിന തടവാണ്. എന്താ കുറ്റം? പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമിയുമില്ല, വീടുമില്ല. അങ്ങനെയുള്ള പാവങ്ങൾ 40 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. 40 പേരെ ഞാൻ തന്നെ തരാവുന്ന കൗൺസിലർ പറഞ്ഞു. 40 പേരെ ഞാൻ തരാം. അദ്ദേഹം കൊടുക്കുകയാണ് 40 പേരെ. എന്നിട്ട് 123 സെന്റ് അദ്ദേഹത്തിന് വാങ്ങി കൊടുക്കുകയാണ്. 123 സെന്റ്. ഇത് പട്ടികജാതി ഓഫീസർ കണ്ടു, ഇത് SC പ്രൊമോട്ടർ കണ്ടു, ഇത് അടൂരിലെ CPM-ന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരും കണ്ടു. ഇവരെല്ലാം കൂടെ പോയി, കാരണം പട്ടികജാതിക്കാരനല്ലേ, എത്രയോ പതിറ്റാണ്ടുകളായി ഈ ചെങ്കൊടിക്ക് നീളം കൂട്ടാൻ, ഈ ചെങ്കൊടിയുടെ ജാഥ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട അടൂരിലെ 40 പട്ടികജാതി കുടുംബങ്ങളെ ചതിക്കാൻ, അവരെ വഞ്ചിക്കാൻ, അവരുടെ ജീവിതത്തിൽ ദുരിതമുണ്ടാക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെട്ടത് 3 പേരാണെങ്കിലും അടൂരിലെ ഉന്നതന്മാരായ ഏതാണ്ട് ഒട്ടുമിക്ക നേതാക്കന്മാർ ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ടാണ് ഷാജഹാനെ പുറത്താക്കാത്തത്. നഗരസഭ ആക്ട് സെക്ഷൻ 90 പ്രകാരം ഈ മുനിസിപ്പാലിറ്റിക്കകത്തിരിക്കുന്നത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി,
ഇത് സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. ഇയാളുടെ അയോഗ്യത സംബന്ധിച്ച് അയാളെ പുറത്താക്കിയിട്ടില്ല. പുറത്താക്കിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ല. ഈ പുറത്താക്കാൻ നിയുക്തരായ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ഇതിനേക്കാൾ ഗുരുതരമായ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതെന്താ കേസ്? അടൂരിൽ നടക്കുന്ന മുഴുവൻ ലഹരി കച്ചവടത്തിലും എവരാണ് കമ്മീഷൻ വാങ്ങുന്നതെന്ന് എവരുടെ പാർട്ടിയിൽ 2 കൗൺസിലർമാർ പറഞ്ഞിരിക്കുകയാണ്. റോണി പാടുന്നുണ്ട്. നമുക്ക് അബദ്ധം പറ്റി കഴിഞ്ഞ ജയിച്ചതാണ്. എന്നാലും അതിന്റെ പ്രായച്ചിത്തമായ അവസാനം ഈ അഴിമതിക്കാർക്ക്, ഈ കൊള്ളരുതാത്തവന്മാർക്കെതിരായിട്ട് ഒരു ആരോപണമെങ്കിലും ഉന്നയിക്കാൻ റോണി പാണന്തുണ്ടിലിന് കഴിഞ്ഞു. എന്താ ഗുരുതരമായ ആരോപണം? അടൂരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ അനാഥമാക്കുന്ന, ബാല്യകൗമാരങ്ങളുടെ ജീവിതത്തെ പിച്ചി ചീന്തുന്ന ഈ ജില്ലയിലെ ലഹരിയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായ അടൂരിൽ നടക്കുന്ന മുഴുവൻ ലഹരി കച്ചവടത്തിനും പിന്നിൽ ഈ നഗരസഭയുടെ ചെയർപേഴ്സണാണെന്ന് CPM-ന്റെ ഉന്നതന്മാരായ 2 നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ഭൂമി കച്ചവടക്കാരനെ പുറത്താക്കാൻ കഴിയുക? ഭൂമി കച്ചവടക്കാരനെ പുറത്താക്കാൻ ചെയർപേഴ്സൺ തീരുമാനിച്ചാലും, ചെയർപേഴ്സണെ പുറത്താക്കാൻ CPM-ന്റെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചാലും നേതാക്കന്മാർ സമ്മതിക്കൂല. കാരണം ഈ ലഹരി കച്ചവടത്തിന്റെ മൊത്തം കമ്മീഷൻ പറ്റുന്നത് അടൂരിലെ ഉന്നതന്മാരായ CPM നേതാക്കന്മാരാണ്. അടൂരിനെയും ഈ ജില്ലയെയും ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന ഈ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയൊക്കെ ഞെളിഞ്ഞ് നടക്കുന്ന CPM-ന്റെ നേതാക്കന്മാരാണ്. വലിയ രമ്യഹർമ്മങ്ങൾ പണിത് സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളിൽ യാത്ര ചെയ്ത് ഈ നാടിനെ കൊള്ളയടിക്കുന്ന, പണം അടിച്ചോണ്ട് പോകുന്നത്. ഇതോ നമ്മുടെ തലമുറയിൽപ്പെട്ട, പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ മുഴുവൻ അനാഥമാക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടി യജമാനന്മാർക്ക് ഇവരെ പുറത്താക്കാൻ കഴിയൂ. കാരണം കമ്മീഷൻ അവരും മാറ്റിട്ടുണ്ട്. കമ്മീഷനിൽ ഈ അഴിമതി കള്ളക്കളികളിൽ അടൂരിലെ CPM-ന്റെ ഉന്നതന്മാരായ നേതാക്കന്മാർക്കെല്ലാം ഇടപാടുണ്ട്. ഇല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഒരു നഗരസഭാ ചെയർപേഴ്സൺ ലഹരി കച്ചവടത്തിൽ കമ്മീഷൻ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല? എന്തുകൊണ്ട് അന്വേഷണം ഏർപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് ഈ ഭൂമി ഇടപാടിൽ ഭൂരഹിത, ഭവനരഹിത, പാവം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളെ, നിർധനരെ അവരെ വഞ്ചിച്ച് അവരുടെ പണം കൊള്ളയടിച്ച്, അവർക്ക് സർക്കാർ കൊടുത്ത, പഞ്ചായത്ത് കൊടുത്ത പണം കൊള്ളയടിച്ച് തിന്നവനെ എന്ത് അന്വേഷണമാണോ ഇനി വേണ്ടത്? എന്ത് എൻക്വയറി വേണം? എന്ത് പാർട്ടി കമ്മിറ്റി ചേരണം? ഇനി പോളിറ്റ് ബ്യൂറോ ചേരണോ? എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കുന്നില്ല? നിങ്ങൾ പുറത്താക്കാത്തതിന്റെ കാരണം നിങ്ങൾക്കിതിൽ പങ്കുണ്ട്. ഷാജഹാൻ മാത്രമല്ല പ്രതി, അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സൺ മാത്രമല്ല പ്രതി. നഗരസഭാ ചെയർപേഴ്സൺ എന്തുകൊണ്ടാണ് ലഹരി കച്ചവടത്തിൽ, അവര് കച്ചവടത്തിൽ അവരാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. എനിക്ക് എന്റെ കയ്യിൽ തെളിവില്ല. എന്നാൽ ഇത് നടന്നിട്ടുണ്ട്. ലഹരി കച്ചവടം നടന്നിട്ടുണ്ട്. ലഹരി അടൂരിൽ വ്യാപകമാകണമെങ്കിൽ ഈ യജമാനന്മാർ, പോലീസ് ഏമാന്മാർ കണ്ടില്ലേ? നമ്മുടെ ബിജു വർഗീസിന്റെ ഉടുപ്പ് വലിച്ചിന്റെ കൊടുമൺസിയെ ഉണ്ടല്ലോ ഇവിടെ. എന്തിനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി? അഡ്വക്കേറ്റ് ബിജു വർഗീസ് അടൂരിലെ ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാവല്ലേ? ഈ അടൂർ ബാറിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകനല്ലേ? ഈ ജാഥ നയിച്ച് ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാണ്? കൊള്ളക്കാരെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലേ? അദ്ദേഹത്തിന്റെ ഉടുപ്പ് വലിച്ചു കീറാൻ ഇത്ര ആവേശം കാണിക്കണമെങ്കിൽ ഈ ഏമാന്മാർക്കും ഇതിൽ പങ്കു കാണില്ലേ? അടൂർ നാണമുണ്ടോ? എനിക്ക് വ്യക്തിപരമായ വലിയ അടുപ്പമുള്ള ഓഫീസർമാരായതുകൊണ്ട് ഞാൻ വളരെ ഭംഗിയുള്ള വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളിരിക്കുന്ന കസേര നിയന്ത്രിക്കുന്നതാരാ? നിങ്ങളൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാരാ? ഒരാളെ ജാമ്യത്തിൽ വിടണമെന്ന് തീരുമാനിക്കുന്നതാരാ? ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന നേതാക്കന്മാരല്ലേ? അവരല്ലേ അടൂർ നിയന്ത്രിക്കുന്നത്? അവരും നിങ്ങളും വിചാരിച്ചാൽ ഇവിടെ ലഹരി വളരുമോ? നിങ്ങളും അവരും വിചാരിച്ചാൽ ഈ
ഇത്രമാത്രം ലഹരി അടൂരിൽ വ്യാപിക്കാൻ കാരണം നിങ്ങളും അടൂരിലെ CPM നേതാക്കന്മാരുമല്ലേ? നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? പോലീസ് ഓഫീസർമാർ, നിങ്ങൾക്ക് മക്കളില്ലേ? അവര് സ്കൂളിലല്ലേ പഠിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗം വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂളിൽ പോയി 24 മണിക്കൂറും നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും യവന്മാർ ലഹരി കൊടുത്ത ജീവിതം ഇല്ലാതാക്കും. ഈ ലഹരി കൊള്ള നടത്തുന്ന അടൂരിലെ CPM നേതാക്കന്മാർ എന്ത് തീട്ടൂരം പറഞ്ഞാലും കാസർഗോഡ് ജോലി ചെയ്യേണ്ടി വന്നാലും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. പക്ഷെ നിർത്താക്കിയ വശാൽ നിങ്ങളെല്ലാം കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ ഷാജഹാനെ ഇവിടെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് ഒരു മാർച്ച് വന്നപ്പോ നിങ്ങൾ ഇത്ര ആവേശം കാണിക്കേണ്ട കാര്യമെന്താ? ബിജു വർഗീസിനെതിരായിട്ട് ഇത്ര ആക്രോശം കാണിക്കാൻ കാരണം എന്താ? കൊടുവൻ സിയോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. ചില കേസുകളൊക്കെ ചുറ്റിക്കിരിഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ നടത്തിയാൽ കൊള്ളാം. മര്യാദ കെട്ടാൽ മര്യാദ കെട്ട രീതിയിൽ പ്രതികരിക്കാനും ഇവിടെ ആൾക്കാർക്ക് അറിയാം. അപ്പൊ അടൂർ ഡിവൈഎസ്പിയും അടൂരിലെ CIയും അടൂരിലെ മറ്റ് പോലീസ് ഓഫീസർമാരും കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അഴിമതിക്കാരെ രക്ഷിക്കുന്ന നിലപാടാണ്. ഭരണകക്ഷിയാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് ചില കാര്യങ്ങൾ ഇടപെടോട്ടെ, ജനാധിപത്യത്തിലൊക്കെ സംഭവിക്കും. പക്ഷേ ഏറ്റവും വൃത്തികേട് കാണിക്കുന്ന ഒരു നിസ്സാരമായ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് കോൺഗ്രസുകാരനാണെങ്കിൽ അവൻ ഈ പോലീസ് സ്റ്റേഷൻ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങൾ എത്രയാണ്? ഞാൻ പോലീസുകാരുടെ ഭാഗപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് CPM-നോട് പറയാനുള്ളത്, സത്യത്തിൽ അടൂർ നഗരസഭ കഴിഞ്ഞ 8-9 വർഷക്കാലമായി CPM-ന്റെ അധീനതയിലാണ് ഭരണം. ഈ നഗരസഭ സത്യ കെട്ടിടത്തിന്റെ കിടപ്പ് കണ്ടില്ല. തൊട്ടപ്പുറത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശും റവന്യൂ വകുപ്പിന്റെ മന്ത്രിമാരായിരുന്നപ്പോൾ നമ്മുടെ ടൗൺ ഹാളിൽ നിന്ന സ്ഥലം ഈ നഗരസഭാ കെട്ടിടം പണിയാനായി സർക്കാർ അടൂർ നഗരസഭയ്ക്ക് കൊടുത്തതല്ലേ? എന്താ ഇട്ടിട്ട് ഇതിപ്പോ അവിടെ എന്താ നടക്കുന്നേ? അവിടെ കാട് കയറി കിടക്കാൻ ഇപ്പൊ ഡംപിങ് യാർഡാക്കി വരും. എന്നിട്ടോ തൊട്ട് ബൈപ്പാസിന്റെ അടുത്ത് പോയി മുനിസിപ്പാലിറ്റിക്ക് സ്ഥലം വാങ്ങി. അതിലെത്ര കമ്മീഷൻ? അതിലാരൊക്കെയാ ഇടന്നില്ല? സ്ഥലം വാങ്ങിയില്ല. സ്ഥലം വാങ്ങിയ ആണുങ്ങളാ. അത് ബാബുദിവാരനാണ്. അതിന്റെ ക്രെഡിറ്റ് ബാബുദിവാരനാണ്. അതിനുശേഷം അവിടെ കെട്ടിടം പണി. അതെന്തിനാണ് നമ്മൾ എന്തിനാണ് അവിടെ നടത്തുന്നത്? ഈ ടൗൺ ഹാളിലെ സ്ഥലം എന്തിനാണ് നമുക്ക് കിട്ടിയത്? ഇതിവിടെ വെറുതെ ഇട്ടിച്ച് അവിടെ പോയി പണിയുകയാണ്. എന്നിട്ട് അതിന് ചുറ്റുപാടും മതിൽ കെട്ടാതെ. മതിൽ കെട്ടിയോ? എന്താ മതിൽ കെട്ടാത്തെ? സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, അവർക്ക് കടപണിയണം. കടപണിയാൻ അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കണം. അതൊന്നും ഈ പാവം പിടിച്ച ചെയർപേഴ്സൺ അല്ല. അതൊക്കെ വലിയ ഉന്നത നേതാക്കന്മാരാണ്. അവരെയാണ് പിടിക്കേണ്ടത്. അടൂരിൽ ഭൂരഹിത ഭവനരഹിത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട സഹോദരങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടവന്മാർ, നീചമായ പ്രവൃത്തി ചെയ്തവന്മാർ അടൂരിലെ CPM-ന്റെ ഉന്നത നേതാക്കന്മാരാണ്. ഇവന്റെ എല്ലാം വായിച്ചു തീരാൻ പോവുകയാണ്. ഒരു സംശയം വേണ്ട. ഇന്ന് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖം 6000 കോടിയുടെ അഴിമതി നടന്നു എന്ന് ഉളുപ്പില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു കൂവിയ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ച് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചാരത്തിരുത്തി അയാളെ കൊണ്ടുപോയി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ആ പിണറായി വിജയൻ കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അഴിമതികൾ ഈ കേരളത്തിൽ തീരാൻ പോവുകയാണ്. ഈ ദുരിതവും ഈ ദുരന്തവും കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. അഴിമതിക്കാരെല്ലാം ഓർത്തിരുന്നു. ഈ കൊള്ളയും അഴിമതിയും നടത്തിയ ഓരോരുത്തരെയും വെറുതെ വിടില്ല. യവന്മാർ കുടിച്ച വെള്ളമെല്ലാം ഛർദ്ദിക്കേണ്ടി വരും. ഈ അഴിമതിയിൽ നിന്ന് വാരിക്കൂട്ടിയതിന്റെ എല്ലാം കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അടൂരിലെ പോലീസ് ഓഫീസർമാർ യജമാന ഭക്തി കൂടുതൽ കാണിക്കേണ്ട, അല്പസ്വല്പമൊക്കെ മര്യാദയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ശ്രീ ഷാജഹാൻ എന്ന് പറയുന്നയാൾ അടൂരിലെ CPM-ന്റെ വലിയ നേതാവാണ്. ഈ നഗരസഭയുടെ ചെയർമാനായി CPM പാർട്ടി പരിഗണിച്ചതാണ്. അന്തചിത്രം കൊണ്ടും ഗ്രൂപ്പ് പേര് കൊണ്ടും നടക്കാതെ പോയതാണ്. കാരണം ചെയർപേഴ്സൺ ദിവ്യ രജി മുഹമ്മദിന് CPM പാർട്ടിയിൽ
ഗ്രൂപ്പിന്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് ജയിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോഴും അവർ ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചെയർമാനായിരിക്കേണ്ട ആളാണ് ഷാജഹാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് എന്തുണ്ടായതാണ്? കേസ് ഉണ്ടായിട്ട് ഇയാളെ പുറത്താക്കിയോ? വിചാരണ നടന്നു, വിജിലൻസ് കോടതിയിൽ വിചാരണ നടന്നു, തെളിവെടുപ്പ് നടന്നു. അടൂരിലെ ഡിവൈഎസ്പി ആണ് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത്. ആ ഘട്ടങ്ങളിലെല്ലാം ഇയാൾ കുറ്റക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ, സിപിഎമ്മിന് അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കാൻ സിപിഎം തയ്യാറായില്ല? എന്തിന് ഇപ്പോ പോലും വിജിലൻസ് കോടതി ശിക്ഷിച്ചിട്ട് പോലും അപ്പീല് ഞാൻ കൊണ്ടുപോയി. ഇനി അതിന് ശിക്ഷ സ്റ്റേ ചെയ്യിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ അടൂരിലെ ഉന്നത നേതാക്കന്മാരെല്ലാം. അതൊരു തത്രപ്പാടിലാണ്. അടൂരിൽ നടന്ന ഈ കോടതി നിർമ്മാണം, അടൂരിലെ കോടതിയുടെ കെട്ടിട നിർമ്മാണം തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചേക്കാണ്. ഓരോരോ ഇടപാടുകൾ ഞങ്ങൾ എടുത്തു വെച്ചേക്കാണ്. ഇതിലെല്ലാം ഊരാളുകളിലെ കൊണ്ടുവന്ന് അടൂരിൽ നടത്തുന്ന കസർത്തും നാടകവും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അടൂരിലെ ജനങ്ങളോട് ഒരു കാര്യമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അന്തസ്സായി ജീവിക്കാൻ അർഹതയുള്ള അടൂരിലെ ജനങ്ങളെ ഈ നഗരസഭ ഭരിക്കുന്ന നേതാക്കന്മാർ, ഒരു രാഷ്ട്രീയ പാർട്ടി അഴുക്ക് ചാലാക്കി അടൂരിനെ മാറ്റി നാട്ടിലെ ജനങ്ങൾക്ക് അപമാനമുണ്ടാക്കിയിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമുണ്ടായിരുന്ന സമയത്ത് അടൂർ നഗരസഭയ്ക്ക് അവഖ്യാതം ഉണ്ടായിരുന്നില്ല, പേരുദോഷമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടൂരിലെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നു: ഈ കൊള്ളക്കാരെ, കള്ളന്മാരെ, ഈ ലഹരി കള്ളക്കടത്തുകാരെ ഈ നഗരസഭയിൽ നിന്നും അടിച്ചു പുറത്താക്കി ഇവിടെ ശുദ്ധികലശം നടത്താതെ ഒരു ശുദ്ധികലശം അത്യാവശ്യമാണ് നടത്തണം. അടുത്ത നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരുടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോയി കുറെ വെള്ളം കൊണ്ടുവന്ന് ഈ നഗരസഭ മൊത്തത്തിൽ ശുദ്ധീകരിക്കാതെ ഈ അഴുക്ക് ഇവിടുന്ന് പോകില്ല. അത്രമാത്രം കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 10 വർഷം അധികാരത്തിൽ വന്നിട്ട് അടൂരിനെ കൊള്ളയടിക്കല്ലാതെ അടൂരിലെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് പ്രതികളാകേണ്ടത്. അവർ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരണം. അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ ഇവിടെ ഒരു കാലം വരും. അത് അന്വേഷിക്കാൻ ഒരു സംവിധാനം ഇവിടെ വരും. അതുകൊണ്ട് ആരും രക്ഷപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് ഈ നഗരസഭ ഒന്നടങ്കം രാജിവെക്കണം. ഈ നഗരസഭയിലെ കൗൺസിലർമാർ ഐക്യജനാധിപത്യ മുന്നണി കൗൺസിലർമാർ എന്തിനായിരിക്കുന്നത്? യവന്മാരുടെ എന്തിനാ പ്രവർത്തിക്കുന്നത്? ഒന്നടങ്കം രാജിവെച്ച്, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി കൗൺസിലർമാർ ഒന്നടങ്കം രാജിവെച്ച് പുറത്തു പോകും. നിങ്ങൾ സിപിഎം പാർട്ടിയിൽ കൊള്ളാവുന്ന നേതാക്കന്മാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അഴിമതിക്കാര് ഒപ്പം നിൽക്കാത്ത, കൊള്ളയുടെ പങ്ക് പറ്റാത്ത ഏതെങ്കിലും നേതാവ് അടൂരിലെ സിപിഎം പാർട്ടി ഉണ്ടെങ്കിൽ, ഈ ജില്ലയിലുണ്ടെങ്കിൽ, ഞാൻ ആവശ്യപ്പെടുന്നു ഈ കൊള്ളക്കാരെ പുറത്താക്കാൻ, ഈ അഴിമതിക്കാരെ പുറത്താക്കാൻ. പട്ടികജാതിക്കാരന്റെ കിടപ്പാടത്തിന് കമ്മീഷൻ വാങ്ങി 3 ഇരട്ടി കമ്മീഷൻ മാറി വീതം വാങ്ങിയെടുത്ത അടൂരിലെ സിപിഎമ്മിലെ കൊള്ളക്കാർക്ക് കൂട്ടു നിൽക്കാത്ത ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിലെ സിപിഎം പാർട്ടിക്കുണ്ടെങ്കിൽ അവരിടപെട്ട് ഈ അഴിമതിക്കാരെ ഒന്നടങ്കം പുറത്താക്കണം. ഇവിടുത്തെ ഈ ലഹരി കച്ചവടക്കാരെ നിലയ്ക്ക് നിർത്തണം. അതുകൊണ്ട് പോലീസും അത് തയ്യാറാകണം. ഇതൊക്കെ പോട്ടെന്ന് അടൂർ ജോലി എന്താ? അടൂർ ഡിവൈഎസ്പി ചെറുപ്പക്കാരനല്ലേ? CI ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യണ്ട? ഈ നാണം കെട്ടവന്മാരുടെ വീട് പണി ചെയ്യാതെ, ഈ അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും വീട് പണി ചെയ്യാതെ അന്തസ്സോടെ പ്രവർത്തിക്കാൻ അടൂരിലെ പോലീസോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ സ്റ്റേഷനിൽ വരുമ്പം അവിടെ മീശ ധരിച്ച് ഗമ കാണിച്ച് ചാട്ടവും ചാടണ്ട. വലിയ ചാട്ടം ചാടുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ കിട്ടും. അറിയാമല്ലോ, ഒരിക്കൽ ചാടിയാൽ കരയിലെത്തും, ഒന്നുകൂടെ ചാടിയാൽ എവിടെ എത്തും എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ ചാട്ടമാരും ചാടണ്ട. ഇവിടുത്തെ നഗരസഭാ കൗൺസിലർമാർ, കോൺഗ്രസ് നേതാക്കന്മാർ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അടൂരിലെ പോലീസ് അവരോട് കാണിക്കുന്ന ക്രൂരമായ അവഗണന ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഈ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും എല്ലാം സ്വതന്ത്രമായി സംരക്ഷിക്കുന്നു. അപ്പൊ അടൂർ പോലീസ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള അഴിമതിക്കാരെ രക്ഷിക്കാൻ പല കാര്യങ്ങളും വരും. അന്നെല്ലാം നീതിയുടെയും നിയമത്തിന്റെയും ഭാഗത്ത് നിൽക്കാൻ പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം പാർട്ടിയുടെ ഉന്നത നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ, പോളിറ്റ് ബ്യൂറോയോട് വലിയ സെക്രട്ടറി MA ദേവിയോ ഇടപെട്ട് ഈ അഴിമതിക്കാരെ പുറത്താക്കിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് അവർ വലിയ വായിൽ വീമ്പിളക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടൂരിൽ
നാമാവശേഷമാകും. കാരണം അതിനെ നയിക്കുന്നവർ ഒട്ടുമിക്ക ആൾക്കാരും അഴിമതിക്കാരും കൊള്ളക്കാരുമാണ്. ഈ കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരായി ശക്തമായ മുന്നേറ്റവുമായി പക്ഷവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല, ശക്തമായി മുന്നോട്ട് പോകും. അടൂരിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ കൊള്ളയ്ക്കും ഈ പകൽ കൊള്ളയ്ക്കും ഈ വഞ്ചനയ്ക്കും ചതിക്കുമെതിരായി ശക്തമായി രംഗത്ത് നിൽക്കും. ഈ സമരം മുൻപോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത വിജിലൻസ് ശിക്ഷിച്ച കേസിലെ പ്രതി പഞ്ചാബ് മുൻ നഗരസഭ ആക്ട് 90A പ്രകാരം ആക്കിയത് എന്തോ സെക്രട്ടറി എന്താ നടപടിയെടുക്കാത്തത്? ഇവിടെ എഴുതിയിരിക്കുന്ന സെക്രട്ടറി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണോ ഇരിക്കുന്നത്? നിങ്ങൾ നിയമമാണോ പാലിക്കുന്നത്? ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ താക്കീതാണോ പാലിക്കുന്നത്? നഗരസഭാ നിയമം 90A പ്രകാരം ഈ കൊള്ളക്കാർ നടത്തിയ വിജിലൻസ് കോടതി ശിക്ഷിച്ച കൗൺസിലർ ശിക്ഷിക്കപ്പെട്ടു എന്ന വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാൻ റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറി തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലേക്കാണ്, നിങ്ങൾ ഇരിക്കുന്നിടത്തേക്കാണ് അടുത്ത സമരം വരാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.